ഈക്കോളയിൽ കാണപ്പെടുന്ന ഒരു ഓപ്രോൺ സിസ്റ്റമാണ് ലാക് ഓപ്രോൺ. ലാക്ടോസിനെ എങ്ങനെയാണ് ഈക്കോളെ യൂട്ടിലൈസ് ചെയ്യണേ അത് കാണിക്കാനുള്ള ഒരു ഓപ്രോണാണ് ലാക് ഓപ്രോൺ. ബാക്ടീരിയ, അത് നമ്മുടെ ഈക്കോളൈ ബാക്ടീരിയയിൽ കാണുന്നത്. സോ ഈക്കോളൈ ബാക്ടീരിയയിൽ കാണുന്ന ലാക് ഓപ്രോണിൽ രണ്ട് കമ്പോണൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ കമ്പോണൻസ് ആണ് സ്ട്രക്ചറൽ ജീൻ, രണ്ടാമത്തെയാണ് കൺട്രോൾ ജീൻ. സോ ഈക്കോളയിൽ കാണുന്ന ആ ഫസ്റ്റ് കമ്പോണൻ്റായ സ്ട്രക്ചറൽ ജീൻ എന്ന് പറഞ്ഞത് ഇറ്റ് കോഡ്സ് ഫോർ സിന്തസിസ് ഓഫ് എൻസൈം. ഈക്കോളയിലെ ആ സ്ട്രക്ചറൽ ജീൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ജീനുകളാണ്. ഇറ്റ് കോഡ്സ് ഫോർ സിന്തസിസ് ഓഫ് എൻസൈം. സോ ലാക്ടോസിനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള എൻസൈമാണ് ആ സ്ട്രക്ചറൽ ജീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ലാക്ടോസ് മെറ്റബോളിസത്തിനെ ഹെൽപ്പ് ചെയ്യാനുള്ള എൻസൈമാണ് സ്ട്രക്ചറൽ ജീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ 3 എൻസൈമുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ 3 എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 3 സ്ട്രക്ചറൽ ജീനുകളാണ് ഈ കൊളയിലുള്ളത്. ആ 3 സ്ട്രക്ചറൽ ജീനുകളാണ് സെഡ് ജീൻ, വൈ ജീൻ, എ ജീൻ. ZYA 3 സ്ട്രക്ചറൽ ജീനുകളാണ് ഈ കൊളയിൽ കാണുന്നത്. ZYA ഈ കൊളൈ ലാക് ഓപ്രോണിൻ്റെ പിക്ചറാണുള്ളത്. സെഡ് ജീൻ, വൈ ജീൻ, എ ജീൻ 3 സ്ട്രക്ചറൽ ജീനുകളാണ്. ഈ 3 സ്ട്രക്ചറൽ ജീനുകളും ആ ഒരു പെർട്ടിക്കുലർ എൻസൈമിനെ ലാക്ടോസ് മെറ്റബോളിസത്തിന് സഹായിക്കുന്ന എൻസൈമുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ 3 ജീനുകൾ, സെഡ് ജീൻ ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും, വൈ ജീൻ വേറൊരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും, എ ജീൻ വേറൊരു എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യും. 3 ജീനുകളും പ്രൊഡ്യൂസ് ചെയ്യുന്ന 3 എൻസൈമുകളും എന്തിനു വേണം? ഈ കൊളയിലെ ലാക്ടോസ് മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് 3 എൻസൈമുകൾ വേണം. അതിനുവേണ്ടി 3 സ്ട്രക്ചറൽ ജീനുകളാണ് ലാക്ടോസിലുള്ളത്. സോ ആദ്യത്തെ ജീനാണ് സെഡ് ജീൻ. നമ്മൾ പറയുന്ന ഈ സെഡ് ജീൻ. ഈ സെഡ് ജീൻ്റെ ഡ്യൂട്ടി തന്നെ സെഡ് ജീൻ കോഡ്സ് ഫോർ ബീറ്റാ ഗാലക്ടോസിഡേസ് അല്ലെങ്കിൽ ബീറ്റാ ഗാൽ. ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന എൻസൈമിനെയാണ് സെഡ് ജീൻ കോഡ് ചെയ്യുന്നത്. അതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രോളിസിസ് ആണ്. ലാക്ടോസിലെ ഹൈഡ്രോളിസൈസ് ചെയ്ത് ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് ആക്കി മാറ്റാം. നമ്മൾ നേരത്തെ പറഞ്ഞത് ലാക്ടോസ് ഒരു ഡൈസാക്കറൈഡാണ്, ഗ്ലൂക്കോസും ഗാലക്ടോസും മോണോമറിക് യൂണിറ്റ് ആണ്. സോ ഡൈസാക്കറൈഡ് ഫോമിലുള്ള ലാക്ടോസിനെ ഹൈഡ്രോളൈസ് ചെയ്ത് കാറ്റലൈസ് ചെയ്ത് സഹായിച്ച് ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് ആക്കി മാറ്റാനാണ് ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന എൻസൈം. ആ എൻസൈമിനെ കോഡ് ചെയ്യുന്ന ജീനാണ് സെഡ് ജീൻ. സോ സെഡ് ജീൻ എന്താ ചെയ്യണേ? ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈമിനെ കോഡ് ചെയ്യുന്നു. അതിൻ്റെ ഡ്യൂട്ടി നമ്മുടെ ഡൈസാക്കറൈഡായിട്ടുള്ള ലാക്ടോസിനെ കൺവേർട്ട് ചെയ്ത് ഹൈഡ്രോളിസിസ് വഴിയായിട്ട് ഗ്ലൂക്കോസും ഗാലക്ടോസുമായിട്ടുള്ള മോണോമറിക് ഫോമായിട്ട് മാറ്റുന്നു. ആ ഗ്ലൂക്കോസും ഗാലക്ടോസും ഈ കൊളയ്ക്ക് സോഴ്സ് ഓഫ് എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. രണ്ടാമത്തെ ജീനാണ് വൈ ജീൻ. രണ്ടാമത്തെ ജീനാണ് സ്ട്രക്ചറൽ ജീനിൽ വൈ ജീൻ. വൈ ജീൻ എന്ന് പറയുന്നത് പെർമിയേസ് എന്ന് പറഞ്ഞ എൻസൈമിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോഡ് ഫോർ പെർമിയേസ് എൻസൈം. ആ പെർമിയേസ് എൻസൈമിൻ്റെ ഡ്യൂട്ടി ഇറ്റ് ഇൻക്രീസസ് എ പെർമിയബിലിറ്റി ഓഫ് ദ സെൽ ടു ബീറ്റാ ഗാലക്ടോസൈഡ്. ഈ ബീറ്റാ ഗാലക്ടോസൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാക്ടോസിനെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് എടുക്കാനായിട്ട് അതിൻ്റെ പെർമിയബിലിറ്റി, അതിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കാനായി സെല്ലിൻ്റെ പെർമിയബിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് വൈ ജീൻ്റെ ഡ്യൂട്ടി. സോ വൈ ജീൻ എന്ന് പറയുന്നത് പെർമിയേസ് എന്ന് പറഞ്ഞ എൻസൈമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ കോഡ് ചെയ്യുന്നതാണ്. ആ എൻസൈമിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ ബീറ്റാ ഗാലക്ടോസൈഡിനെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് അതിൻ്റെ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ്. ബീറ്റാ ഗാലക്ടോസൈഡിനെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനുള്ള പെർമിയബിലിറ്റി, എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ് വൈ ജീനായ ആ പെർമിയേസ് എൻസൈം ചെയ്യുന്നത്. മൂന്നാമത്തെ ജീനാണ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ജീനാണ് എ. എന്ന് പറഞ്ഞത് ട്രാൻസ് അസറ്റൈലേസ് എന്ന് പറഞ്ഞ എൻസൈമിനെ കോഡ് ചെയ്യുന്നു. ട്രാൻസ് അസറ്റൈലേസ് അതിൻ്റെ ഡ്യൂട്ടി ട്രാൻസ് അസറ്റൈലേഷൻ ഓഫ് ലാക്ടോസ്. ഈ ലാക്ടോസിൻ്റെ ട്രാൻസ് അസറ്റൈലേഷൻ നടത്തി അതിനെ ആക്റ്റീവ് ഫോമിലാക്കുക എന്നുള്ളതാണ് എ ജീൻ്റെ ഡ്യൂട്ടി. സോ 3 സ്ട്രക്ചറൽ ജീനുകളാണ് ലാക് ഓപ്രോണിൽ കാണുന്നത്. ഈ 3 സ്ട്രക്ചറൽ ജീനിനെയും ഒരു സിംഗിൾ സ്വിച്ച് വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഓപ്പറേറ്റർ ജീൻ എന്ന് പറയുന്നത്. സോ സെഡ് ജീൻ, വൈ ജീൻ, എ ജീൻ ലാക് ഓപ്രോണിൽ കാണുന്ന 3 സ്ട്രക്ചറൽ ജീനുകളാണ്. അതിൽ സെഡ് ജീൻ എന്ന് പറയുന്നത് ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന എൻസൈമിനെയാണ് കോഡ് ചെയ്യുന്നത്. ആ ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈമിൻ്റെ ഡ്യൂട്ടി ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റുക, മോണോമറിക് ഫോമായിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ആ ഗ്ലൂക്കോസിനെയും ഗാലക്ടോസിനെയും നമ്മുടെ ഈ കൊളയ്ക്ക് സോഴ്സ് ഓഫ് എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. വൈ ജീൻ എന്ന് പറയുന്നത്
പെർമിയേസ് ആണ്. ബീറ്റാ ഗാലക്ടോസ് പെർമിയേസ് എന്ന എൻസൈം തന്നെയാണ് കോഡ് ചെയ്യുന്നത്. അതിൻ്റെ ഡ്യൂട്ടി ഈ ബീറ്റാ ഗാലക്ടോസൈഡിനെ ഉള്ളിലേക്ക് പെർമിയബിൾ ആക്കാൻ സഹായിക്കുക, സെല്ലിൻ്റെ ഉള്ളിലേക്ക് പെർമിയബിൾ ആക്കാനുള്ള എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ് വൈ ജീൻ പെർമിയേസ് എൻസൈമിൻ്റെ ഡ്യൂട്ടി. എ ജീൻ എന്ന് പറയുന്നത് ട്രാൻസ് അസറ്റൈലേസ് എന്ന എൻസൈമിനെയാണ് കോഡ് ചെയ്യുന്നത്. അത് ഈ ട്രാൻസ് അസറ്റൈൽ ലാക്ടോസിനെ ട്രാൻസ് അസറ്റൈലേഷൻ നടത്തി അതിൻ്റെ ആക്റ്റീവ് ഫോമിലേക്ക് ആക്കുക എന്നുള്ളതാണ് എ ജീൻ്റെ ഡ്യൂട്ടി. ഈ ZYA 3 ജീനെ കൺട്രോൾ ചെയ്യുന്നത് റെഗുലേറ്ററി ജീനാണ്. ആ റെഗുലേറ്ററി ജീനിൽ വരുന്നതാണ് നമ്മുടെ ഓപ്പറേറ്റർ ജീൻ. അതാണ് ഓപ്പറേറ്റർ ജീൻ. സോ 3 സ്ട്രക്ചറൽ ജീനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റർ ജീനാണ്. സോ കൺട്രോൾ ജീനുകളാണ് നമ്മൾ പറയുന്ന പ്രൊമോട്ടർ, ഓപ്പറേറ്റർ ആൻഡ് റെഗുലേറ്ററി. 3 കൺട്രോൾ ജീനുകളുണ്ട് ലാക്കോപ്രോണിൽ: റെഗുലേറ്ററി ജീൻ, പ്രൊമോട്ടർ ജീൻ, ഓപ്പറേറ്റർ ജീൻ. സോ അതിൽ നമ്മുടെ ഈ പറഞ്ഞ ലാക്ടോസ് എന്ന് പറഞ്ഞാൽ അതൊരു സോഴ്സ് ഓഫ് എനർജി ആയിട്ട് ഇക്കോളെ ഗ്രോ ചെയ്യുന്ന മീഡിയത്തിൽ ഉണ്ടെങ്കിൽ, ലാക്ടോസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ 3 ജീനുകളും എക്സ്പ്രസ്ഡ് ആവണം. Z ജീനും വൈ ജീനും എ ജീനും. ബീറ്റാ ഗാലക്ടോസിഡേസും പെർമിയേസും ട്രാൻസ് അസറ്റൈലേസും 3ഉം എക്സ്പ്രസ്ഡ് ആവണം. എന്നാൽ മാത്രമേ ആ എൻസൈമിൻ്റെ സഹായത്തോടു കൂടി ലാക്ടോസ് കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസും ഗാലക്ടോസും ആയിട്ട് മാറി ഇക്കോളയ്ക്ക് അതിനെ സോഴ്സ് ഓഫ് എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ലാക്ടോസ് എന്ന് പറഞ്ഞത് മീഡിയയിൽ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ 3 സ്ട്രക്ചറൽ ജീൻസും എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ലാക്ടോസ് ഇല്ലെങ്കിൽ ZYA 3 ജീനും എക്സ്പ്രസ് ചെയ്യുകയില്ല. ബിക്കോസ് അവിടെ ഒരു എൻസൈമിൻ്റെ ആവശ്യമില്ല. എൻസൈം കൺവേർട്ട് ചെയ്യാനായിട്ട് ലാക്ടോസ് എന്ന് പറഞ്ഞ ഒരു സംഭവം അവിടെ ഇല്ല. സോ ആവശ്യകത അനുസരിച്ച് മാത്രമേ ഈ പെർട്ടിക്കുലർ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യൂ. അതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ലാക്ടോസ് സബ്സ്ട്രേറ്റ് ഫോർ എൻസൈം. ലാക്ടോസ് ആണ് ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറഞ്ഞ എൻസൈമിന് ഒരു സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ലാക്ടോസ്. ലാക്ടോസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. സോ ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറഞ്ഞ എൻസൈം ഒരു സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആർക്ക് വേണ്ടിയിട്ട്? സോ ലാക്ടോസ് എന്ന് പറഞ്ഞത് സബ്സ്ട്രേറ്റ് ഫോർ ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം. ഇനി ഈ ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം എന്ത് ചെയ്യുന്നു? ലാക്ടോസ് ഉണ്ടെങ്കിൽ റെഗുലേറ്റ് സ്വിച്ച് ഓൺ ഓർ സ്വിച്ച് ഓഫ് മെക്കാനിസം. സോ ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യണമോ വേണ്ടയോ അത് കൊണ്ട് ലാക്ടോസ് എന്തായിട്ട് ആക്ട് ചെയ്യണു അത് തീരുമാനിക്കുന്നത് ആരാണ്? ലാക്ടോസിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഈ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യണോ വേണ്ടേ. സോ ഒരു സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് മെക്കാനിസമായിട്ട് നമ്മുടെ ലാക്ടോസ് ആക്ട് ചെയ്യുന്നു. സോ ഓപ്രോൺ എന്ന് പറയും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി ലാക്ടോസ് എന്ന് പറഞ്ഞത് ഇവിടെ ഇൻഡ്യൂസറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ലാക്ടോസ് എന്ന് പറഞ്ഞത് ഇൻഡ്യൂസറായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ലാക്ടോസ് ഉണ്ടെങ്കിൽ റിപ്രസറിനെ ബൈൻഡ് ചെയ്ത് അതിൻ്റെ പ്രൊമോട്ടർ റീജിയനെ ഫ്രീ ആക്കി പ്രൊമോട്ടർ റീജിയനിൽ RNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്യുകയും Z ജീനും വൈ ജീനും എ ജീനും ട്രാൻസ്ക്രൈബ് ചെയ്ത് കറസ്പോണ്ടിങ് mRNAയും കറസ്പോണ്ടിങ് അതിൻ്റെ ജീൻ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ലാക്ടോസ് ഉണ്ടെങ്കിൽ ഒരു ഇൻഡ്യൂസർ അല്ലെങ്കിൽ ആ റിയാക്ഷൻ നടക്കുന്നു. ഇനി അടുത്തത്, ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രിഫേർഡ് കാർബൺ സോഴ്സ്. നമ്മുടെ ഈക്കോളെ വളരുന്ന മീഡിയയിൽ ഒരു പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു കാർബൺ സോഴ്സ്, ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസ് പോലത്തെ ഒരു ഡയറക്റ്റ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർബൺ സോഴ്സ് ഈക്കോളയ്ക്ക് അവൈലബിൾ അല്ലെങ്കിൽ, അതോടൊപ്പം തന്നെ ഇഫ് ലാക്ടോസ് പ്രൊവൈഡ്, അതിനൊരു നോർമൽ കാർബൺ സോഴ്സ് ഗ്ലൂക്കോസ് പോലത്തെ സോഴ്സ് ഓഫ് എനർജി ഇല്ല ഇപ്പോൾ ഈക്കോളെ വളരുന്ന മീഡിയയിൽ. പക്ഷേ ലാക്ടോസ് നമ്മൾ മീഡിയയിലേക്ക് അതിൻ്റെ ഈക്കോളെ മീഡിയയ്ക്ക് ഗ്രോത്തിന് വേണ്ടിയിട്ട് ലാക്ടോസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഇഫ് ലാക്ടോസ് പ്രൊവൈഡഡ് ഇൻ ദ മീഡിയം, എന്ത് സംഭവിക്കുന്നു? ലാക്ടോസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദ സെൽ. ഈക്കോളെ സെല്ലിലേക്ക് ലാക്ടോസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദ സെൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പെർമിയേസ് എൻസൈം. പെർമിയേസ് എൻസൈമിൻ്റെ സഹായത്തോടു കൂടി അത് ട്രാൻസ്പോർട്ടഡ് ആവുന്നു. അടുത്തത് ലാക്കോപ്രോണിൻ്റെ ഡയഗ്രമാറ്റിക് പിക്ചറാണ്. ഈക്കോളയിൽ എങ്ങനെയാണ് ലാക്കോപ്രോൺ വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ അതിൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ് ആ ഈക്കോളയിലെ ലാക്കോപ്രോണിലെ എന്തൊക്കെ ജീൻ, 3 സ്ട്രക്ചറൽ ജീൻസ് ഉണ്ടായിരുന്നു, ZYA, പിന്നെ കൺട്രോൾ ജീൻസ് പ്രൊമോട്ടർ, ഓപ്പറേറ്റർ ആൻഡ് റെഗുലേറ്ററി ജീൻസാണ് ഉണ്ടായിരുന്നത്. സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റെഗുലേറ്ററി ജീൻ I, പ്രൊമോട്ടർ, ഓപ്പറേറ്റർ, പിന്നെ 3 സ്ട്രക്ചറൽ ജീൻ ZYA. ഈ ലാക്കോപ്രോൺ സിസ്റ്റം ഓരോ സിറ്റുവേഷനിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യണത്? സോ ലാക്ടോസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഈക്കോളെ വളരുന്ന മീഡിയത്തിൽ ലാക്ടോസ് അവൈലബിൾ ആണ്, ലാക്ടോസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈക്കോളെ ഈ പറഞ്ഞ ZYA 3 സ്ട്രക്ചറൽ ജീൻസിൽ നിന്നും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ? അതിൻ്റെ പെർട്ടിക്കുലർ എൻസൈമുകളെ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ബീറ്റാ ഗാലക്ടോസിഡേസ്, പെർമിയേസ്, ട്രാൻസ് അസറ്റൈലേസ് എന്നീ എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. എന്നിട്ട് ആ
ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈമാണ് ഈ കൊളയ്ക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ലാക്ടോസിനെ ഡൈസാക്രൈഡിനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസും ഗാലക്ടോസും ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞ് അതിനെ ഈ കൊളൈ സോഴ്സ് ഓഫ് എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുള്ളൂ. അതേസമയം ലാക്ടോസ് അവൈലബിൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ZYA ജീൻസ് ട്രാൻസ്ക്രൈബ് ചെയ്യപ്പെടുന്നില്ല. അതെങ്ങനെയാണ് ട്രാൻസ്ക്രൈബ് ചെയ്യപ്പെടാതെ ആവുന്നതും എങ്ങനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നതും ആ കൺട്രോളിങ് സിസ്റ്റമാണ് നമ്മൾ പറയുന്നത് ലാക്കോപ്രോൺ എങ്ങനെയാണ് ഈ കൊളയിൽ വർക്ക് ചെയ്യുന്നത്. സോ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ. സോ ഈ റെഗുലേറ്ററി ജീൻസിൻ്റെ തന്നെ ഭാഗമായ ഇൻഡ്യൂസർ. സോ ഇൻഡ്യൂസർ ഇല്ല എന്നുണ്ടെങ്കിൽ, ഇൻഡ്യൂസർ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഇൻഡ്യൂസർ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു. സോ ഇൻഡ്യൂസർ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു. സോ ഈ കൊള വളരുന്ന ആ ലാക്കോപ്രോൺ സിസ്റ്റത്തിൽ എന്താണ് ഇൻഡ്യൂസർ ഇല്ല, ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ. സോ ഇൻഡ്യൂസർ എന്ന് പറഞ്ഞാൽ ലാക്കോപ്രോണിൽ ഏതാണ് ഇൻഡ്യൂസർ, ലാക്ടോസ് ആണ് ഇൻഡ്യൂസർ. സോ ലാക്ടോസ് അവൈലബിൾ അല്ലെങ്കിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ലാക്ടോസ് അവൈലബിൾ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ലാക്ടോസ് ആണ് ഇൻഡ്യൂസറായിട്ട് ആക്ട് ചെയ്യണത്. സോ ഇൻഡ്യൂസർ ആബ്സെൻസ് എന്ന് പറഞ്ഞാൽ ലാക്ടോസ് ഇല്ല എന്നർത്ഥം. സോ അവിടെ എന്ത് സംഭവിക്കുന്നു, എപ്പോഴും നമ്മുടെ റിപ്രസർ mRNA ഒരു റിപ്രസർ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യും. എപ്പോഴും റിപ്രസർ പ്രോട്ടീൻ ഈ പറഞ്ഞ റെഗുലേറ്ററി ജീൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ റിപ്രസർ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു സ്വിച്ച് ഓഫ് മെക്കാനിസമായിട്ട് ഓൾ ദ ടൈം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ റിപ്രസറിൻ്റെ എഫക്റ്റ് മാറുകയുള്ളൂ. അല്ലെങ്കിൽ ഓൾ ദ ടൈം റിപ്രസർ എന്ത് ചെയ്യുന്നു, ഒരു ഓപ്പറേറ്ററിൽ ചെന്ന് ബൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. സോ സ്വിച്ച് ഓഫ് മെക്കാനിസമായിട്ട് എപ്പോഴും റിപ്രസർ പ്രോട്ടീൻ ആക്ട് ചെയ്യുന്നു. സോ നോർമലി ഇൻഡ്യൂസർ ഇല്ലെങ്കിൽ അഥവാ നമ്മുടെ ലാക്ടോസ് അവൈലബിൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, റെഗുലേറ്ററി ജീൻ ഉണ്ടായാലും ഇല്ലെങ്കിലും റെഗുലേറ്ററി ജീനായ ജീൻ്റെ ഡ്യൂട്ടി എന്താണ്, അത് ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ് ഒരു റിപ്രസർ mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. ജീൻ എന്ന് പറയുന്നത് റെഗുലേറ്ററി ജീനാണ്. ആ റെഗുലേറ്ററി ജീന് അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ് അതിൻ്റെ mRNA റെഗുലേറ്ററി ജീൻ കോഡ്സ് ഫോർ റിപ്രസർ പ്രോട്ടീൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ജീൻ അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ് റിപ്രസർ ആയിട്ടുള്ള ഒരു mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ റിപ്രസർ mRNA എന്ത് ചെയ്യുന്നു, ഒരു റിപ്രസർ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ റിപ്രസർ പ്രോട്ടീൻ എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. റെഗുലേറ്ററി ജീൻ കോൺസ്റ്റിറ്റ്യൂട്ടലി എന്ത് ചെയ്യുന്നു, എപ്പോഴും ഈ റിപ്രസർ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇൻഡ്യൂസർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും റെഗുലേറ്ററി ജീൻ എന്ത് ചെയ്യും, റിപ്രസർ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യും. സ്വിച്ച് ഓഫ് മെക്കാനിസമായിട്ട് ആക്ട് ചെയ്യും. ആ റിപ്രസർ പ്രോട്ടീൻ ഇൻഡ്യൂസർ ഇല്ലെങ്കിൽ അഥവാ ലാക്ടോസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഈ റിപ്രസർ പ്രോട്ടീൻ പ്രൊമോട്ടറിന് അടുത്തായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഓപ്പറേറ്റർ ജീനിനെ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഇൻഡ്യൂസർ അവൈലബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഈ റിപ്രസർ പ്രോട്ടീൻ ഓപ്പറേറ്ററിനെ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഓപ്പറേറ്റർ ഈ പ്രൊമോട്ടർ എന്ന് പറഞ്ഞ റീജിയനെ ബ്ലോക്ക് ചെയ്യുന്നു. എങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നു, RNA പോളിമറേസിന് കറക്റ്റ് സ്റ്റാർട്ടിംഗ് സൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള പ്രൊമോട്ടർ സൈറ്റിനെ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ പറഞ്ഞ ZYA എന്ന് പറഞ്ഞ സ്ട്രക്ചറൽ ജീൻസ് ട്രാൻസ്ക്രൈബ് ചെയ്യപ്പെടുകയില്ല. അതാണ് റിപ്രസർ ബൈൻഡ്സ് ടു ദ ഓപ്പറേറ്റർ. റിപ്രസർ പ്രോട്ടീൻ ബൈൻഡ്സ് ടു ദ ഓപ്പറേറ്റർ ജീൻ ആൻഡ് പ്രിവെൻറ്റ് RNA പോളിമറേസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. എങ്ങനെ, ഫ്രം ട്രാൻസ്ക്രൈബിങ് ദ ഓപ്രോൺ. സോ RNA പോളിമറേസിനെ ഈ പ്രൊമോട്ടർ റീജിയനിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നു, തടയുന്നു. ആരാണ് തടയുന്നത്, റിപ്രസർ പ്രോട്ടീൻ. റിപ്രസർ പ്രോട്ടീൻ എങ്ങനെയാണ് തടയുന്നത്, റിപ്രസർ പ്രോട്ടീൻ ഓപ്പറേറ്റർ ജീനിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഈ പ്രൊമോട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് സൈറ്റിനെ തിരിച്ചറിയാൻ പറ്റാത്ത ലെവലിൽ നിൽക്കുന്നു. സോ RNA പോളിമറേസിനെ ഈ പ്രൊമോട്ടറിൽ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ZYA ജീനുകൾ ട്രാൻസ്ക്രൈബ് ചെയ്യപ്പെടുകയില്ല. അവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ്, ഇവിടെ ഒരു ഇൻഡ്യൂസർ ഇല്ല. ഇൻഡ്യൂസർ ആരാണ്, ലാക്ടോസ് ഇല്ല. സോ ലാക്ടോസ് അവൈലബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും, എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്ന റെഗുലേറ്ററി ജീൻ അതിൻ്റെ കറസ്പോണ്ടിങ് ആയുള്ള റിപ്രസർ mRNA പ്രൊഡ്യൂസ് ചെയ്യുകയും അത് അതിൻ്റെ കറസ്പോണ്ടിങ് റിപ്രസർ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. സോ ഇൻഡ്യൂസർ ഇല്ലാത്തത് കൊണ്ട്, ലാക്ടോസ് ഇല്ലാത്തത് കൊണ്ട് ഈ റിപ്രസർ പ്രോട്ടീൻ ഓപ്പറേറ്ററിനെ പോയി ബൈൻഡ് ചെയ്ത് ZYA ജീൻ്റെ ട്രാൻസ്ക്രിപ്ഷനെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യണത്, ഇത് ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യുന്നത് കൊണ്ട് ഈ പ്രൊമോട്ടർ റീജിയനിൽ RNA പോളിമറേസിന് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഈ പ്രൊമോട്ടർ റീജിയൻ ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. ഓപ്പറേറ്ററാണ് അത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നത്. ഇങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്തത്, ഈ റിപ്രസർ പ്രോട്ടീൻ പോയിട്ട് ഓപ്പറേറ്ററിൽ വന്ന് ബൈൻഡ് ചെയ്തപ്പോൾ ഈ പ്രൊമോട്ടർ റീജിയൻ ആക്ടിവേറ്റഡ് ആവുന്നില്ല. അപ്പോൾ RNA പോളിമറേസിന് അവിടെ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള സൈറ്റ് റെക്കഗ്നൈസ്ഡ് ആവുന്നില്ല. സോ ZYA ജീൻ എക്സ്പ്രസ്ഡ് ആവില്ല. ഇനി വേറൊരു കേസ്, നമുക്കൊരു ഇൻഡ്യൂസർ ഉണ്ടെങ്കിൽ ലാക്ടോസോ അതുപോലെയുള്ള യെല്ലോ ലാക്ടോസോ അല്ലെങ്കിൽ ലാക്ടോസോ പോലത്തെ
മീഡിയ സോഴ്സ് ഓഫ് എനർജി ആയിട്ട് മീഡിയയിൽ ഈക്കോളയ്ക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈക്കോളയ്ക്ക് കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്യുന്നു? സോ ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ, ഇവിടെ ഇൻഡ്യൂസർ എന്ന് ഉദ്ദേശിക്കുന്നത് ലാക്ടോസ് ആവാം, അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി പോലത്തെ അതുപോലത്തെയുള്ള യെല്ലോ ലാക്ടോസ് ആവാം. സോ ഇൻഡ്യൂസർ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു നോക്കുക. അപ്പോഴും നമ്മുടെ റെഗുലേറ്ററി ജീൻ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്രസർ mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, റിപ്രസർ പ്രോട്ടീൻ, ഇത് റിപ്രസർ പ്രോട്ടീനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് റിപ്രസർ പ്രോട്ടീൻ. പക്ഷേ അവിടെ വേറൊരു വ്യത്യാസമുണ്ട്. ഇൻഡ്യൂസർ അഥവാ ലാക്ടോസ് അവൈലബിൾ ആണെങ്കിൽ, ഇൻഡ്യൂസറാണ് നമ്മൾ പറയുന്ന ലാക്ടോസ്. ആ ലാക്ടോസ് ഇപ്പം നമ്മൾ പറഞ്ഞ റിപ്രസർ mRNA പ്രൊഡ്യൂസ് ചെയ്ത റിപ്രസർ പ്രോട്ടീനെ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു. അതാണ് ഇൻആക്റ്റീവ് റിപ്രസർ. നമ്മുടെ റിപ്രസർ പ്രോട്ടീനിൽ ആര് വന്ന് ബൈൻഡ് ചെയ്യുന്നു? ആഡ് ചെയ്ത് കൊടുത്ത ലാക്ടോസ് അല്ലെങ്കിൽ യെല്ലോ ലാക്ടോസ് പോയിട്ട് റിപ്രസർ പ്രോട്ടീനിൽ പോയി ബൈൻഡ് ചെയ്ത് ഈ റിപ്രസറിനെ ഇനാക്റ്റീവ് ആക്കുന്നു. സോ റിപ്രസർ ഇനാക്റ്റീവ് ആയതുകൊണ്ട് റിപ്രസറിനെ എവിടെ ചെന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല? ഓപ്പറേറ്റർ റീജിയനിൽ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇപ്പോൾ റിപ്രസർ ഇനാക്റ്റീവ് ആണ്. എങ്ങനെയാണ് റിപ്രസർ ഇനാക്റ്റീവ് ആയത്? ആ റിപ്രസറിനെ വന്നിട്ട് ആര് ബൈൻഡ് ചെയ്യണു? ഇൻഡ്യൂസർ ബൈൻഡ് ചെയ്യണു. ആരാണ് ഇൻഡ്യൂസർ? ലാക്ടോസ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പ്രൊമോട്ടർ റീജിയൻ ഇപ്പോൾ വിസിബിൾ ആണ്. ഇപ്പോൾ പ്രൊമോട്ടർ റീജിയൻ്റെ സ്റ്റാർട്ട് സൈറ്റ് അല്ലെങ്കിൽ ഇനീഷ്യേഷൻ ട്രാൻസ്ക്രിപ്ഷൻ സൈറ്റ് കറക്റ്റായിട്ട് ആർക്ക് റെക്കഗ്നൈസ് ചെയ്യാം? RNA പോളിമറേസിനെ റെക്കഗ്നൈസ് ചെയ്യാം. സോ RNA പോളിമറേസ് പ്രൊമോട്ടർ റീജിയനിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നു. സോ ZYA അത് അതിൻ്റെ കറസ്പോണ്ടിങ് mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ലാക്കോപ്രോണിൻ്റെ mRNA ആയതുകൊണ്ട് ലാക്ക് mRNA എന്ന് പറയുന്നു. അത് അതിൻ്റെ കറസ്പോണ്ടിങ് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ക്രിപ്ഷൻ നടത്തി mRNA പ്രൊഡ്യൂസ് ചെയ്ത് അത് അതിൻ്റെ എൻസൈമുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്തൊക്കെയാണ്? ലാക്സ് ബീറ്റ ഗാലക്ടോസിഡേസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. Y എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? Y ജീൻ പെർമിയേസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. A ജീൻ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? ട്രാൻസ് അസറ്റൈലേസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഈ 3 എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ 3 എൻസൈം എന്തിനു വേണം? 3 എൻസൈം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇൻഡ്യൂസർ അഥവാ ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഹൈഡ്രോളിസിസ് ചെയ്ത് എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസും ഗാലക്ടോസുമാക്കി മാറ്റുന്നു. സോ ഈ കൊളയ്ക്ക് എന്ത് ചെയ്യാം? ഈ ഗ്ലൂക്കോസിനും ഗാലക്ടോസിനും സോഴ്സ് ഓഫ് എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. സോ ഇൻഡ്യൂസർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ZYA എന്ന് പറഞ്ഞ ജീനുകൾ അതിൻ്റെ കറസ്പോണ്ടിങ് എൻസൈമുകളെ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ എൻസൈമിൻ്റെ ആക്ടിവിറ്റി മൂലം ഏത് ഇൻഡ്യൂസറാണോ അതിനെ ഹൈഡ്രോളിസ് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് കമ്പോണൻ്റായ ഗ്ലൂക്കോസ് ഗാലക്ടോസിനെ ആ ഓർഗാനിസത്തിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ എന്താണ് ഉണ്ടായത്? ഇവിടെ സ്വിച്ച് ഓൺ മെക്കാനിസം, ഇവിടെ സ്വിച്ച് ഓഫ് മെക്കാനിസം. സോ നമ്മുടെ ഈ ലാക്കോപ്രോൺ എപ്പോഴൊക്കെയാണ് എക്സ്പ്രസ്ഡ് ആവണേ? എക്സ്പ്രസ്ഡ് ആവണത് എപ്പോഴാണ്? ഇൻഡ്യൂസർ ഉണ്ടെങ്കിൽ എക്സ്പ്രസ്ഡ് ആവണം. ലാക്ടോസ് മിനിമം ലെവലിലെങ്കിലും ലാക്ടോസ് എപ്പോഴും ഒരു ഓപ്രോൺ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. സോ ലാക്കോപ്രോൺ വർക്ക് ചെയ്യണമെങ്കിൽ ആര് വേണം? നമ്മുടെ ഇൻഡ്യൂസർ വേണം. ആരാണ്? ലാക്ടോസ് വേണം. ലാക്ടോസ് അത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലാക്കോപ്രോൺ വർക്ക് ചെയ്യുള്ളൂ. മറിച്ച് ഈ കൊള്ളയിൽ ഗ്ലൂക്കോസും ഗാലക്ടോസും ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ലാക്കോപ്രോൺ വർക്ക് ചെയ്യാൻ പറ്റില്ല. സോ റിപ്രസർ mRNA പ്രൊഡ്യൂസ് ചെയ്ത് റിപ്രസർ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാണ്. ഇൻഡ്യൂസർ ഇല്ലെങ്കിൽ അത് ഓപ്പറേറ്ററിനെ ബൈൻഡ് ചെയ്ത് സ്വിച്ച് ഓഫ് മെക്കാനിസം ZYA, നോ ട്രാൻസ്ക്രിപ്ഷൻ, നോ എൻസൈം പ്രൊഡ്യൂസ്ഡ് ബിക്കോസ് നോ ഇൻഡ്യൂസർ, നോ ലാക്ടോസ്. പക്ഷേ ഇൻഡ്യൂസർ ഉണ്ടെങ്കിൽ ലാക്ടോസോ യെല്ലോ ലാക്ടോസോ പോലത്തെ ഇൻഡ്യൂസർ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ റിപ്രസർ mRNA റിപ്രസർ പ്രോട്ടീനെ ഇൻഡ്യൂസർ റിപ്രസർ പ്രോട്ടീനെ ബൈൻഡ് ചെയ്ത് റിപ്രസറിനെ ഇനാക്റ്റീവ് ആക്കുന്നു. റിപ്രസറിന് വന്ന് ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. സോ പ്രൊമോട്ടർ റീജിയൻ വിസിബിൾ ആണ്. RNA പോളിമറേസ് ബൈൻഡ് ചെയ്യുന്നു. ZYA ജീൻ ട്രാൻസ്ക്രൈബ് ചെയ്യപ്പെടുന്നു. mRNA മാറുന്നു. അതിൻ്റെ കറസ്പോണ്ടിങ് എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ ലാക്ടോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് കിട്ടിയ ബൈ പ്രോഡക്റ്റുകളെ ഈക്കോളയ്ക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു. ഇതാണ് ലാക്കോപ്രോൺ. സ്വിച്ച് ഓഫ് മെക്കാനിസം, സ്വിച്ച് ഓൺ മെക്കാനിസം. സോ ലാക്കോപ്രോൺ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാവുന്നത് റെഗുലേഷൻ ഓഫ് ലാക്കോപ്രോൺ, ഈക്കോളയിലെ ലാക്ടോസ് മെറ്റബോളിസം അഥവാ നമ്മുടെ ലാക്കോപ്രോൺ റെഗുലേറ്റ് ചെയ്യുന്നത് റിപ്രസർ വഴിയാണ്. സോ റിപ്രസർ ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്ത് RNA പോളിമറേസിന് പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്യാതെ പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്യാൻ പറ്റാതെ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നത്. സോ റിപ്രസർ വഴി ലാക്കോപ്രോൺ റെഗുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് അത് ഒരു നെഗറ്റീവ് റെഗുലേഷൻ എന്ന് പറയാം. സോ ലാക്കോപ്രോൺ റിപ്രസർ വഴി കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ റിപ്രസർ വഴി ലാക്കോപ്രോൺ റെഗുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? നെഗറ്റീവ് റെഗുലേഷൻ എന്ന് പറയുന്നു.
ഇനി നമ്മൾ പോസിറ്റീവും നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നെഗറ്റീവ് റെഗുലേഷൻ റിപ്രസർ വഴി ലാക്ടോപ്പറോൺ അല്ലെങ്കിൽ ലാക്ടോസ് മെറ്റബോളിസം കൺട്രോൾ ചെയ്യണത്. അടുത്തത് സോ ലാക്ടോസിനെ നമ്മൾ വേണമെങ്കിൽ ഇൻഡ്യൂസർ എന്ന് പറഞ്ഞു. ലാക്കോപ്പറോണിൽ ഇൻഡ്യൂസറായിട്ട് ആക്ട് ചെയ്യുന്നത് ലാക്ടോസ് ആണ്. സോ ലാക്ടോസ് റെഗുലേറ്റ് സ്വിച്ച് ഓൺ ഓർ ഓഫ് ദ ഓപ്പറോൺ. സോ ലാക്ടോസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിച്ചുള്ളൂ, ഈ റിപ്രസറിൽ പോയിട്ട് റിപ്രസർ പ്രോട്ടീനിൽ പോയി ലാക്ടോസ് ഇൻഡ്യൂസറായിട്ട് ആക്ട് ചെയ്ത് ആ റിപ്രസർ പ്രോട്ടീനിൽ ബൈൻഡ് ചെയ്ത് ഈ പറഞ്ഞ റിപ്രസർ പ്രോട്ടീനിൽ ഓപ്പറേറ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്ത് ചെയ്തു, പ്രൊമോട്ടർ റീജിയനിൽ RNA പോളിമറേസിന് ബൈൻഡ് ചെയ്യാൻ പറ്റുകയും ZYA ജീൻ ട്രാൻസ്ക്രൈബ് ചെയ്യപ്പെടുകയും ചെയ്തു. സോ ലാക്ടോസിനെ നമുക്ക് ഇൻഡ്യൂസർ എന്ന് പറയാം. ബിക്കോസ് ലാക്ടോസ് ആണ് ആ സ്വിച്ച് ഓൺ മെക്കാനിസത്തിനെ ലാക്കോപ്പറോണിൽ സഹായിച്ചത്. ഇവിടെ റിപ്രസർ വഴി ഇത് കൺട്രോൾ ചെയ്തുകൊണ്ട് റെഗുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മളതിനെ നെഗറ്റീവ് റെഗുലേഷൻ എന്നും പറയുന്നു. ഇനി എപ്പോഴും ഒരു ചെറിയ ലെവൽ ലാക്കോപ്പറോൺ സെല്ലുകളിൽ എക്സ്പ്രസ്ഡ് ആണ്. വെരി ലോ ലെവൽ ഓഫ് എക്സ്പ്രഷൻ ഓഫ് ലാക്കോപ്പറോൺ എപ്പോഴും സെല്ലുകളിൽ ഇൻ സെൽ ഓൾ ദ ടൈം. സെല്ലിലെ എപ്പോഴും ഒരു മിനിമം വളരെ മിനിമം ചെറിയ ലെവലെങ്കിലും ലോ ലെവൽ എങ്കിലും ലാക്കോപ്പറോൺ എക്സ്പ്രസ്ഡ് ആവണം. ബിക്കോസ് അങ്ങനെ അല്ലെങ്കിൽ ലാക്ടോസിന് സെല്ലിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അങ്ങനെയാണെങ്കിൽ മാത്രമേ സെല്ലിൻ്റെ ഉള്ളിൽ കയറിയാൽ മാത്രമേ ആക്ട് ആസ് എ ലാക്ടോസ് എന്തായി സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്ത് ഓപ്പറോണിനെ ഇൻഡ്യൂസ് ചെയ്യിക്കുള്ളൂ. സോ ദെൻ ഇൻഡ്യൂസസ് ഓപ്പറോൺ. സോ ഓപ്പറോണിനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കണമെങ്കിൽ ആര് വേണം, ലാക്ടോസ് വേണം. സോ ലാക്ടോസ് വർക്ക് ചെയ്യണമെങ്കിൽ എന്നുള്ള ഇത് വർക്ക് ചെയ്യണം ലാക്കോപ്പറോൺ ഒരു മിനിമം ലെവലിലെങ്കിലും സെല്ലുകളിൽ ഉണ്ടായിരിക്കണം. ആ മിനിമം ലെവലിൽ ലാക്കോപ്പറോൺ എക്സ്പ്രസ് ചെയ്താൽ മാത്രമേ ലാക്ടോസ് ഒരു സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്ത് അതിനെ ഈ ഓപ്പറോൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യും, ഇൻഡ്യൂസ് ചെയ്യുകയുള്ളൂ. സോ അതുപോലെ തന്നെ റിപ്രസറും ഓൾ ദ ടൈം നമ്മുടെ റെഗുലേറ്ററി ജീനിൽ നിന്ന് റിപ്രസർ mRNA റിപ്രസർ പ്രോട്ടീൻ എല്ലാ സമയവും അത് പ്രൊഡ്യൂസ് ചെയ്തു. സോ ജീൻ അഥവാ റെഗുലേറ്ററി ജീനിൻ്റെ ഡ്യൂട്ടി എപ്പോഴും റിപ്രസർ mRNA റിപ്രസർ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്ത് ഇതൊരു സ്വിച്ച് ഓഫ് മെക്കാനിസമായിട്ട് ആക്ട് ചെയ്യുക. സോ റിപ്രസർ പ്രോട്ടീൻ ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്ത കാരണം പ്രൊമോട്ടർ റീജിയനിലെ RNA പോളിമറേസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ആവും, ഇൻഹിബിറ്റഡ് ആവും. അതേസമയം ഒരു ഇൻഡ്യൂസർ ഉണ്ടെങ്കിൽ ആരാ ലാക്ടോസ് അല്ലെങ്കിൽ യെല്ലോ ലാക്ടോസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ആ ഇൻഡ്യൂസർ റിപ്രസർ പ്രോട്ടീനെ ബൈൻഡ് ചെയ്യുന്നു. എന്നിട്ട് റിപ്രസർ ഇനാക്ടിവേറ്റഡ് ആവുന്നു. സോ റിപ്രസർ പ്രോട്ടീൻ ഇനാക്ടിവേറ്റഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ റിപ്രസർ പ്രോട്ടീന് ഓപ്പറേറ്റർ ജീനിൽ ചെന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രൊമോട്ടർ റീജിയൻ ഫ്രീ ആണ്. അപ്പോൾ പ്രൊമോട്ടർ റീജിയനിൽ RNA പോളിമറേസിന് വന്ന് ബൈൻഡ് ചെയ്യാം. അപ്പോൾ RNA പോളിമറേസിന് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നു. ZYA ഈ ജീനുകൾ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു. അതിനനുസരിച്ചുള്ള ആ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ആ ജീൻ എക്സ്പ്രസ്ഡ് ആവുന്നു. സോ റെഗുലേഷൻ ഓഫ് ലാക്കോപ്പറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ നമ്മൾക്ക് എങ്ങനെയായിട്ട് കാണുന്നത്, ലാക്കോപ്പറോൺ റെഗുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കാണപ്പെടുന്നത്, റെഗുലേഷൻ ഓഫ് എൻസൈം സിന്തസിസ്. ബീറ്റ ഗാലക്ടോസ്ഡേസ്, പെർമിയേസ്, ട്രാൻസസറ്റൈലേസ് എന്നീ എൻസൈം. എന്തിനു വേണ്ടിയാണ് ഈ 3 എൻസൈം? ലാക്ടോസ് മെറ്റബോളിസത്തിന് വേണ്ടിയുള്ള ഈ 3 എൻസൈമുകൾ എക്സ്പ്രസ്ഡ് ആവുന്നു. സോ റെഗുലേഷൻ ഓഫ് എൻസൈം സിന്തസിസ്, എൻസൈം സിന്തസൈസ് ചെയ്യുന്നത് വേണോ വേണ്ടേ എന്നുള്ളത് തന്നെയാണ് സത്യം പറയുകയാണെങ്കിൽ റെഗുലേഷൻ ഓഫ് ലാക്കോപ്പറോൺ. സോ റെഗുലേഷൻ ഓഫ് ലാക്കോപ്പറോണിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, റെഗുലേഷൻ ഓഫ് എൻസൈം സിന്തസിസ്. ലാക്ടോസ് അവൈലബിൾ ആണോ, എൻസൈം സിന്തസൈസ് ചെയ്യണം. ലാക്ടോസ് അവൈലബിൾ അല്ലേ, എൻസൈം സിന്തസൈസ് ചെയ്യുന്നില്ല. അത് തന്നെയാണ് റെഗുലേഷൻ ഓഫ് ലാക്കോപ്പറോൺ ബൈ എൻസൈം സിന്തസൈസ് റെഗുലേറ്റ് ചെയ്തുകൊണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ലോങ് ലാക്കോപ്പറോൺ എക്സ്പ്രസ്ഡ്? ഒരു സെല്ലിൽ എത്ര നേരം ലാക്കോപ്പറോൺ എക്സ്പ്രസ്ഡ് ആവുന്നു? അതിൻ്റെ ഉത്തരമാണ് അൺടിൽ. ലാക്കോപ്പറോൺ എത്ര നേരം? അൺടിൽ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് ലാക്ടോസ്. അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഡ്യൂസർ ആയിട്ടുള്ള ലാക്ടോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് തീരുന്നത് വരെ, ലാക്ടോസ് കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസും ഗാലക്ടോസും ആയിത്തീരുന്നത് വരെ നമ്മുടെ ലാക്കോപ്പറോൺ ഈ കോളയിൽ എക്സ്പ്രസ്ഡ് ആവും. സോ എത്ര കാലം ലാക്കോപ്പറോൺ, എത്ര നേരം ലാക്കോപ്പറോൺ എക്സ്പ്രസ്ഡ് ആവും? അവിടെ അവൈലബിൾ ആയിട്ടുള്ള ലാക്ടോസ് കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസും ഗാലക്ടോസും ആവുന്നത് വരെ. കാരണം ഈ ഗ്ലൂക്കോസും ഗാലക്ടോസിനും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കനോട്ട് ആക്ട് ആസ് ഇൻഡ്യൂസർ. ഗ്ലൂക്കോസും ഗാലക്ടോസിനും കുറച്ച് ഗ്ലൂക്കോസും ഗാലക്ടോസും ഉണ്ടായി, ഇനി അവിടെ നമ്മുടെ ലാക്കോപ്പറോൺ എക്സ്പ്രസ് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ആ ലാക്ടോസ് മാത്രമേ ഈ ലാക്കോപ്പറോണിൻ്റെ ഇൻഡ്യൂസറായിട്ട് ആക്ട് ചെയ്യുള്ളൂ. ഗ്ലൂക്കോസും ഗാലക്ടോസും കനോട്ട് ആക്ട് ആസ് ഇൻഡ്യൂസർ. ലാക്കോപ്പറോണിൻ്റെ ഒരു ഇൻഡ്യൂസറായിട്ട് മോണോമറിക് യൂണിറ്റുകളായ ഗ്ലൂക്കോസിനും ഗാലക്ടോസിനും ആക്ട് ചെയ്യാൻ പറ്റില്ല. ലാക്ടോസിന് മാത്രമേ ഒരു ഇൻഡ്യൂസറായിട്ട് ആക്ട് ചെയ്ത് ലാക്കോപ്പറോൺ
വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇനീഷ്യേറ്റ് ചെയ്ത് അതിൻ്റെ കംപ്ലീറ്റ് ഇതിലേക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എൻസൈം റെഗുലേഷന് സഹായിക്കുള്ളൂ. സോ എത്ര കാലം? അൺടിൽ ലാക്ടോസ് കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൻ്റെ മോണോമറിക് യൂണിറ്റ് ആവുന്നത്. വൺസ് മോണോമറിക് ഗ്ലൂക്കോസും ഗാലക്ടോസും പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൊളയ്ക്ക് അതിനെ സോഴ്സ് ഓഫ് എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം.